പരിക്കേറ്റ് പുറത്തായ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരൻ ഫെഡോർ സെർണിച്ച് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലെത്തിയതാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത്. കൊച്ചിയിലെത്തിയ താരം ടീം അംഗങ്ങൾക്കൊപ്പം പരിശീലിക്കുന്ന ചിത്രങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. സഹതാരങ്ങളുടെയും പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെയും കയ്യടികൾക്കിടയിലൂടെ സെർണിച്ച് നടന്നുവരുന്നതിൻ്റെയും പരിശീലിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ നിറഞ്ഞു. 32-കാരനെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പുതുതായി ബിരുദം കഴിഞ്ഞിറങ്ങിയവനെ പോലെയേ തോന്നുവെന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ച ചിത്രത്തിലെ ഒരു കമൻറ്റ്. സൂപ്പർ കപ്പിലെ അപ്രതീക്ഷിത തോൽവിയും പ്രധാന താരങ്ങളുടെ പരിക്കിലും വലയുന്ന ബ്ലാസ്റ്റേഴ്സിന് സെർണിച്ച് ആശ്വാസമാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ലിത്വാനിയൻ ദേശീയ ടീമിനെ നയിച്ചും യൂറോപ്പിലെ വിവിധ ടീമുകളിൽ കളിച്ച പരിചയസമ്പത്ത് ആവോളമുള്ള സെർണിച്ച് കൊച്ചിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്കിഷ്ടം. സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ AEL ലിമസോളിൽ നിന്നാണ് സെർണിച്ച് ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. അറ്റാക്കിങ്ങിൽ പല പൊസിഷനുകളിലും കഴിവ് തെളിയിച്ച താരം ലിത്വാനിയക്കായി 82 മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട്. ഏഷ്യൻ കപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ ഇടവേളയ്ക്ക് പിരിഞ്ഞ ISL രണ്ടാം ഘട്ടം ഫെബ്രുവരിയിലാണ് പുനരാരംഭിക്കുന്നത്. ഫെബ്രുവരി 1-ന് ഹൈദരാബാദ് FCയും FC ഗോവയും തമ്മിലാണ് ആദ്യ മത്സരം. ഫെബ്രുവരി 2-നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. ഒഡീഷ FCയാണ് എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സിനിത് എവേ മത്സരമാണ്. ഫെബ്രുവരി 12-നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം. പഞ്ചാബ് FCയാണ് കൊച്ചിയിലേക്ക് വരുന്നത്. മഞ്ഞക്കടലിന് നടുവിലാണോ അതോ ഭുവനേശ്വറിലാണോ സെർണിച്ച് മഞ്ഞക്കുപ്പായത്തിൽ അവതരിക്കുക എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. ISLലെ വിന്നിംഗ് മൊമെൻറ്റം നഷ്ടപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കാത്തതിനാൽ ആദ്യ മത്സരത്തിൽ തന്നെ സെർണിച്ചിനെ കണ്ടേക്കാനാണ് സാധ്യത. നിലവിൽ 26 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സാണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത്. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 മത്സരങ്ങൾ കുറച്ചു കളിച്ച ഗോവ 24 പോയിന്റുമായി 2-ാം സ്ഥാനത്തുണ്ട്. ഒഡീഷ FCയാണ് 3-ാം സ്ഥാനത്ത്. അതിനിടെ മറ്റൊരു മുന്നേറ്റ താരം ക്വാമി പെപ്ര പരിക്കേറ്റ് പുറത്തായത് ബ്ലാസ്റ്റേഴ്സിന് ക്ഷീണമായി. സൂപ്പർ കപ്പിലേറ്റ പരിക്കാണ് തിരിച്ചടിയായത്. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി ജസ്റ്റിൻ ഇമ്മാനുവലിനെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ലോണിൽ I ലീഗ് ക്ലബായ ഗോകുലം കേരളയിലായിരുന്നു താരം.